നെയ്യാറ്റിൻകര വാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻകര വാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിടു ചുരത്തുമെൻ ജീവനു നീ മോക്ഷ കറുകന വേഗുമോ കണ്ണാ. കായാമ്പൂതൊഴും മുകിൽ വർണ്ണ നെയ്യാറ്റിൻകര വാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഗോവർദ്ധനമായി മണ്ണിൻ്റെ ദുഃഖം നീ വിരൽ തുമ്പാൽ ഉയർത്തുന്നു. ഗോവർദ്ധനമായി മണ്ണിൻ്റെ ദുഃഖം നീ വിരൽ തുമ്പാൽ ഉയർത്തുന്നു. നിന്റെ മന്ദസ്മിത കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. നിന്റെ മന്ദസ്മിത കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. തൊഴുതു നിൽക്കുന്നൊരു ജീവനു നീയൊരു തിരിവെളിച്ചം തരു കണ്ണാ. താമരത്താരിതൽ മുകിൽ വർണ്ണ നെയ്യാറ്റിൻകര വാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. മാഷേ നമസ്കാരം. നന്നായിട്ട് പാടി, നല്ല രസമാണ്, നല്ലൊരു ഡിവോഷണൽ സോങ്, നല്ലൊരു തുടക്കം. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അറിയാം നമ്മുടെ മങ്കൊമ്പ് രാജേഷ് സാർ. ഞാൻ ഇന്നലെ മങ്കൊമ്പ് മാഷ എന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട്. അപ്പൊ എന്തുണ്ട് വിശേഷം? കുറേ നാളായില്ലേ? പിന്നെ തീർച്ചയായും എനിക്ക് കുറച്ച് 3-4 മാസമായി തോന്നുന്നു. അതെ, ഇടയ്ക്ക് വന്നിരുന്നു, നമ്മളിവിടെ ടിള്ളേട്ടൊക്കെ വന്നിരുന്നു. എന്നാലും കുറേ നാളായി അല്ലേ? അതെ അതെ. ആ, പിന്നെ എന്തുണ്ട് വിശേഷം? സുഖമായി പോകുന്നു. ക്ലാസ് ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തിരക്കാണ്. തിരക്കുകൾ കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ, തിരക്കായിട്ട് തന്നെ പോട്ടെ അല്ലേ?
പറയേ, വിശേഷങ്ങളൊക്കെ പറയേ, എന്നോടൊക്കെ ചോദിക്കണ്ടേ, ഞാൻ മാത്രം ചോദിച്ചോണ്ട് എന്താ എങ്ങനെയാണ്? വേറെന്താ, സുഖമായി പോകുന്നു. ഞാൻ എന്റെ വിശേഷം പറയുന്നത്, ഞാൻ എനിക്ക് സുഖമാണോന്ന് അത് തന്നെ. എന്തൊക്കെയുണ്ട് അങ്ങനല്ലേ ചോദിക്കട്ടെ? വിശേഷം? ആ, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പാട്ടുകളൊക്കെ കുറെ പഠിച്ചില്ലേ ഇപ്പൊ? ഇപ്പൊ ഇത് നമ്മളിവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് കുറച്ച് ഫിലിം സോങ്സ് ഒക്കെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് പാടതയില്ലായിരുന്നു ഫിലിം സോങ്സ്? പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഞാൻ പണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ, എൻ്റെ ഗുരുനാഥൻ എന്നെ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ലായിരുന്നു ഫിലിം സോങ്സ്. ഫിലിം സോങ്സ്. ഞാൻ 8th-ലും 9th-ലൊക്കെ പഠിക്കുമ്പോൾ ഗാനമേള പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിൽ നാട്ടിൽ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിൽ ഷൈൻ ചെയ്യാൻ പറ്റി കാണത്തില്ല. കോളേജിൽ അവിടെ ഈ കോളേജിൽ പോകുന്നതിന് മുമ്പ് അത് ഞാൻ സ്വിച്ച് ചെയ്തു. ഈ പറഞ്ഞില്ലേ, എൻ്റെ സ്വാമിക്ക് അതിനോട് അധികം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം എന്നോട് പറഞ്ഞു, അതിനാ പോകുന്നെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോളൂ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കുറിച്ചുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഒരു മുൻവിധി ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ മ്യൂസിക് കോളേജിൽ പോയത്, അല്ലെ നമ്മൾ പോകത്തില്ലല്ലോ. അത് മാഷിന്റെ താല്പര്യമായിരുന്നോ അതോ വീട്ടുകാരുടെ താല്പര്യമായിരുന്നോ? എങ്ങനെ പാട്ട് പഠിക്കാൻ പോയത്? ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലൊക്കെ പാട്ട് പാടും. എന്നെ ശരിക്കും പാട്ട് പഠിക്കാനായിട്ട് ഞാൻ പോകാനൊരു കാരണം നമ്മുടെ മരിച്ചുപോയ ഗാനരചയിതാവായിട്ടുള്ള BR പ്രസാദ് ചേട്ടനാണ് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പാട്ട് പഠിക്കാൻ പോകുന്നത്. അത് ഇഷ്ടത്തോടാണോ പോയതാണോ അതോ കഷ്ടപ്പെട്ടു പോയതാണോ? കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. കഷ്ടപ്പെട്ടു പോയതാണോ ഇഷ്ടപ്പെട്ടു പോയതാണോ ചോദിച്ചത്? രണ്ടുമുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യട്ടെ. അതൊരു സ്റ്റോറി പോലെ അങ്ങോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ചെമ്പക പുഷ്പ സുവാസിതയാമം പഴയ കാലത്തിലെ പാട്ടുകൾ ഒന്ന് പാടി നോക്കാം. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ടിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഈ പാട്ട് മാത്രമേ പാടാൻ പാടുള്ള ആൾക്കാർ. അപ്പം ആ കോളേജ് കാലത്തിലേക്ക് വരുമ്പോൾ പാടിയാൽ മതിയായിരുന്നു. എന്നാലും പാടിക്കും, അഡ്വാൻസ് ആയിട്ട് ഇരുന്നോട്ടെ. ഇതിപ്പോൾ നമ്മുടെ ഈ കോളേജ് കാലഘട്ടത്തിൽ ഈ പാട്ട് പാടാൻ ഇപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ ഒരു വലിയൊരു ജേർണിയാണ്. അപ്പോൾ ആ വഴിയിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരാളാണ് അനിൽ ഷാബു കൊറോത്ത് എന്ന് പറയും, കോഴിക്കോടുള്ള ഒരു ചേട്ടനാണ്. ഈ യാത്രയിൽ പരിചയപ്പെട്ടാണ് പിന്നീട് ഇന്ന് വരെ ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുവന്നു. അനുചേട്ടന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും ട്രെയിനിൽ പോകുന്ന സമയത്ത് പാടാൻ പറയും. അന്ന് കറക്റ്റായിട്ട് പാടത്തില്ലായിരുന്നു. അപ്പം ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പാടാനൊരു കാരണം, ഇതിപ്പോൾ അനുചേട്ടന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, പോവാം. ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും വ്യാമം. ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും വ്യാമം. ചലിത ചാമരഭംഗി വിടർത്തി ലളിത കുഞ്ചകുടീരം, ലളിത കുഞ്ചകുടീരം. ചെമ്പക പുഷ്പസുവാസിതയാമം ചന്ദ്രിക ഉണരും യാമം. പ്രിയതരമാമൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെയുറങ്ങി. ഇവിടെ ഇവിടെ വെറുതെ ഇരുന്നൻ ഓർമ്മകളിന്നും പാടുന്നു, ഓരോ കഥയും പറയുന്നു. ചെമ്പക പുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം.
മൃദുപദനൂപുര നാദമുറങ്ങി വിധുകിരണങ്ങൾ മയങ്ങി. ഇതിലേ ഒരു നാൾ നീ വിട ഓതിയ കഥ ഞാൻ ഓർക്കുന്നു. ഓർമ്മകൾ കണ്ണീർ വാർക്കുന്നു. ചമ്പക പുഷ്പസുവാസിതയാമം ചന്ദ്രിക ഉണരും യാമം. ഞാനും മനസ്സിലോർത്ത് ഇച്ചിരി വെള്ളം കുടിച്ചാലെന്താ. ഇത് കുറച്ച് സ്പീഡാണല്ലോ ഈ പാട്ട്, കുറച്ച് സ്പീഡ് പെട്ടെന്ന് പോയില്ലേ. ട്രാക്ക് കുറച്ച് സ്പീഡ് കുറച്ച് തരാൻ ചോദിച്ചു, പക്ഷെ തന്നില്ല. ഭയങ്കര സ്പീഡല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മാഷിന് പിന്നെ ഈ സംഗതികളിൽ ഇങ്ങനെ സംഗതികൾ എടുത്ത് ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറേ സംഗതികളുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നങ്ങോട്ട് വീണു. എന്തോ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പായിട്ട്? പ്രീ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിയാണ്, ഇപ്പോഴാണ് +2. പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. തേർഡ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിലേക്ക് മാറി. മ്യൂസിക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? സ്കൂൾ കാലഘട്ടത്തിലല്ലേ മ്യൂസിക് പഠിച്ചു തുടങ്ങി? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാട്ട്. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോയപ്പം ഈ മാഷിന്റെ കീഴിൽ പിന്നെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പ്രീ ഡിഗ്രി വരെ സ്വാമിയുടെ ഗുരുനാഥൻ ഈ ബാലസുബ്രഹ്മണ്യ അയ്യർ അടുത്താണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷമാണ് അവിടെ നിന്നുകൊണ്ടാണ് മ്യൂസിക് കോളേജിലൊക്കെ ആപ്ലിക്കേഷൻ ഒക്കെ അയക്കുന്നത്. അവിടെ ചെന്നപ്പം ഈ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ പാടാൻ തുടങ്ങിയോ? ഞാൻ ഈ കോളേജിൽ പോയിട്ട് ചില ഫിലിം സോങ്സ് പാടിയിട്ടില്ല. കോളേജിൽ എന്താന്ന് വെച്ചാൽ മൊത്തം പാട്ടുകാരല്ലേ അവിടെ? മൊത്തം പാട്ടുകാരാണ്, പ്രഗത്ഭരായിട്ടുള്ള. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഫിലിമിൽ പാടിയിട്ടുള്ളവരുണ്ട്, പിന്നെ ഗാനമേള, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നിരവധിയുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റാണ് ഞാൻ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ തബലയൊക്കെ വായിക്കുന്ന മഹേഷ് മണി എന്ന് പറഞ്ഞത്. ഞാനും അവനും ഒരുമിച്ച് ബെഞ്ച് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാ. അപ്പം അവനാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഫിലിം ഇൻഡസ്ട്രിയിലും തബല വായിക്കുന്ന അദ്ദേഹമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പേരുണ്ട്. ഇന്നിപ്പം കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള പിള്ളേരെല്ലാം ഹരിശങ്കർ, നജീമെ, പിന്നെ നമ്മുടെ അമ്പലപ്പുഴ വിജയൻ സാറിൻ്റെ മകൻ വിഷ്ണു ഒക്കെ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സുമാണ്. അവരൊക്കെ ഞാൻ കോളേജ് ചെല്ലുന്ന സമയത്ത് വളരെ ചെറിയ കുട്ടികളാണ്. ഈ ഹരിശങ്കറിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് ചെറിയ നമ്മുടെ ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ മകനാണ് ഹരിശങ്കർ, ശരിക്കും അമ്മൻകുട്ടി ടീച്ചറെ. അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ആൾക്കാർ. ഞാൻ പഠിച്ച കാലഘട്ടം നല്ലൊരു ഗോൾഡൻ പീരീഡ് എന്നൊക്കെ വേണേൽ പറയാം പഠിക്കുന്ന കാലത്ത്. പക്ഷെ ഞാൻ ആ വഴിയിലൊന്നും ആയിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറച്ച് കർണാട്ടിക് സൈഡിൽ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗുരുനാഥന് താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 10th പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഗുരുനാഥൻ അറിയുന്നത് ഞാനിങ്ങനെ ഫിലിമിൽ ഈ ഗാനമേളയൊക്കെ പാടുന്നുണ്ട്. അപ്പം ഗുരുനാഥൻ പറഞ്ഞു അത് നിർത്തിയേക്കാൻ പറഞ്ഞു. പണ്ടത്തെ കാര്യമല്ലേ, ഇന്നത്തെ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ ഗുരുശിഷ്യ ബന്ധങ്ങളുടെയൊക്കെ ഒരു വാല്യൂ. പണ്ടെന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ പറഞ്ഞു, കേട്ടു, നിർത്തി. ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ എല്ലാവരും പറയും എല്ലാ പാട്ടുകളും പാടിക്കൊള്ളാൻ പറയില്ലേ? അല്ലെ, പാട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ്റെ വിഷനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥന് സിനിമാ പാട്ട് ഇഷ്ടമല്ലാത്ത ആളൊന്നുമല്ല. കാരണം എൻ്റെ ഗുരുനാഥൻ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി, ദാസേട്ടനും എൻ്റെ ഗുരുനാഥനും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അപ്പം ഒരു കാരണവശാലും സിനിമാ പാട്ടിനെ അങ്ങനെ എതിർക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇവന് ഈ വഴി അല്ല പോകണ്ടേ, ചിലപ്പം ക്ലാസിക്കൽ സൈഡാണ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറായി. ഞാനത് ഇപ്പം ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സംഗീതം കൊണ്ട് തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ ഗുരുനാഥൻ്റെ വാക്ക് കേട്ട് ഞാൻ സഞ്ചരിച്ചതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടായത് സംഗീതം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സംഗീതം, അപ്പോൾ നമ്മൾ സംഗീതം അഭ്യസിക്കുന്നവരായാലും അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നവരായാലും നമ്മളതിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമയം നമുക്ക് എന്താണെങ്കിലും ദൈവം തരും. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പം ഒത്തിരി സമയം എടുത്തെന്ന് വരാം. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ അതിപ്പോൾ എങ്ങനെയാണ് വാക്ക് എനിക്ക് പറയാനായിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. വേണ്ട, ഫോൺ വിളിക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് 0588041310 0585231310 വിളിക്കുക. പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മളുടെ കൂടെ മങ്കൊമ്പ് രാജേഷ് മാഷാണുള്ളത്. അടുത്ത പാട്ടിലേക്ക് അങ്ങോട്ട് പോകാം. ഏതാണ് ഇത്? ഓണാണോ? ഓണാക്കി തരും.
ഇപ്പൊ കട്ട് ചെയ്യും, സംസാരിക്കുമ്പോൾ അത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഹലോ 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 എന്നും പറഞ്ഞുകൊണ്ട് ഹൗൾ ചെയ്യും. അതുകൊണ്ടാണ്. ഓക്കെ ഫൈൻ. നമുക്കിനി ശ്യാമസുന്ദര പുഷ്പമേ പാടാം. സൂപ്പർ പാടാം. ഇന്നലെ ശിഷ്യനോട് ചോദിച്ചു, അത് തന്നെ, ഇപ്പൊ ഗുരു പാടും. അത് തന്നെ, തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു. നമുക്കത് പാടിയ നോക്കാം. പിന്നെന്താ. ശ്യാമസുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പുഞ്ഞ ധ്യാനലീനമിരിപ്പുഞ്ഞ ഗാനമെന്നെ മറക്കുമോ? എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ? വേറെ ഏതോ വിപഞ്ചിയിൽ പറന്നേറുവാനതിന്നാവുമോ? വേദനതൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ? വേർപെടും ഇണപക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ. എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യതൻ സ്വർണ്ണമേടയിൽ എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീ കെടുത്തുവാൻ. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പുഞ്ഞ ധ്യാനലീനമിരിപ്പുഞ്ഞ ഗാനമെന്നെ മറക്കുമോ? എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ? സൂപ്പർ ഒരു പാട്ടാട്ടാ, അടിപൊളി. രസം പാടാ, ചുമ്മാ ഇരുന്നങ്ങ് പാടാ. നല്ല രസമാണ് കേൾക്കാൻ. ഇത് മഞ്ജുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതല്ലേ? മഞ്ജുവിന് ഇത്ര ആത്മാർത്ഥമായിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് പാടി, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിവേ, ഞാനൊരു പാട്ട് പാടിയിട്ട് എന്താ സന്തോഷം നോക്ക്. തീർച്ചയായിട്ടും എപ്പോഴും വരുമ്പോൾ നമ്മൾ പറയണമെന്ന് വിചാരിക്കുന്ന, അപ്പോൾ ഇതിനൊന്നും അതിന് തയ്യാറായല്ലോ, നല്ല കാര്യം. ആ
വേഷ് അടിപൊളി. കേട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് പണ്ട് കേട്ടിട്ടുണ്ട്. മാഷൊക്കെ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. പക്ഷെ ഇതൊക്കെ പാടുക എന്ന് പറഞ്ഞാലേ ഭയങ്കര പാടല്ലേ ഈ പാട്ട്? വളരെ പിന്നെ സുശീലാമ്മ പാടിയ പാട്ടാ. നല്ല ടഫ്, നല്ല ടഫ്. അത്ര ഈസി പാട്ടൊന്നും കോളുണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ 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 ഹലോ, ഇത് ഹൃദയാണ്. സാറിന്റെ സ്റ്റുഡന്റ് ഹൃദയാണ്. നമസ്തേ സാർ. ആരാണ്? ഹൃദയ. ഹൃദയ അന്ന് വന്ന ഹൃദയല്ലേ? അതെ അതെ, അത് കുഞ്ഞു കൊച്ചിന്റെ സൗണ്ട്. ഞാൻ ഏതോ ഒരു കൊച്ചു വിളിക്കായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത മാധവിക്കുട്ടിയാണ്. ഞാൻ മാധവിക്കുട്ടി പേരിട്ടു. പിന്നെ പറയൂ മോളെ, സുഖമായിരിക്കുന്ന വിശേഷമൊക്കെ എന്തുണ്ട്? അതാണേ മാഷെ സംസാരിച്ചേ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ചോദിക്കും, ഇന്നലെ പഠിപ്പിച്ച പാഠമൊക്കെ പഠിച്ചായിരുന്നോ? പ്രാക്ടീസ് ചെയ്യാറോ? ഞാൻ ഈ പാട്ട് പാടി ചോദിച്ചു, ഇത് ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പാടിക്കോളാം പറഞ്ഞോ. പിന്നെ അവരോട് ചോദിക്കണമല്ലോ, അവരല്ലേ നമ്മള് ഗൈഡ് ചെയ്യുന്നത്, നമുക്ക് പറ്റുന്നതാണല്ലോ എന്ന് അവര് കണ്ടുപിടിക്കല്ലോ പെട്ടെന്ന്. ചോദിക്കട്ടെ, മാഷിമാരോടാ സാധാരണ ചോദിക്കുന്നത് കുട്ടികൾ എങ്ങനെ പാടിയത്. മോളെ എങ്ങനെ പാടി മാഷ്? അടിപൊളിയായിട്ട് പാടി. അതെ, എന്താ കുഴപ്പം? എന്താണ് നമ്മളിനി വല്ല വഴക്കുറയെന്ന് പേടിച്ചിട്ടൊന്നും പറയുന്നല്ലോ കേട്ടോ. അല്ലല്ല, നന്നായിട്ട് പാടുന്നുണ്ടല്ലേ മാഷ്? അതെ, നല്ല പാടുന്നുണ്ട്. അതെ അതെ. ചോദിക്കും മാഷ് എന്തെങ്കിലും? എന്ത് ചോദിക്കാന്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഓ പറയൂ. ഒരു പാട്ട് പാടാൻ വേണ്ടിയായിരുന്നു. പാട്ട് പാടാൻ വേണ്ടി. ഞാനോ? പണി. അതെ അതെ. എന്ത് പാട്ട്? അന്നപൂർണ വിശാലാക്ഷി. അമ്പട കേമി. അതിനിപ്പോ ശ്രുതിയൊക്കെ ഇടണ്ടേ അല്ലേ? പിന്നെ ഏതാ വേണ്ടത്? അടുത്ത ഇത് ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പാടി കൊടുക്കാം. തീർച്ചയായിട്ടും പാടാം കേട്ടോ. ഇടയ്ക്ക് കുറച്ച് പരിയ പാടി. അച്ഛനും അമ്മയൊക്കെ അന്വേഷണം പറഞ്ഞേ കേട്ടോ. താങ്ക് യു ഡിയർ, ബൈ. ഈ പാട്ട് ഞാൻ തമാശ പറഞ്ഞതാ, കുഴപ്പമില്ല, നല്ല ടഫാണ് ഈ പാട്ട്. ഭയങ്കര പാട്ടാണ് പാടാൻ. അത് അക്ഷരങ്ങൾ ഞാനത് നോക്കിക്കൊണ്ടിരുന്ന, ഞാൻ ശരിക്കും ആ പാട്ട് അങ്ങോട്ട് നോക്കിയതിന്റെ കാര്യം ഇതെങ്ങനെയാണ് ഈ അക്ഷരങ്ങളെ, അതെങ്ങനെയാണത് ശരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്? അതല്ല, ശ്വാസം കിട്ടത്തില്ല ഇതിനിടയ്ക്ക്, പെട്ടെന്ന് എടുക്കണം. അല്ല, ഭയങ്കര പാടാണ്. അത് ഒന്നാമത് ഒത്തിരി സാഹിത്യമുണ്ട്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, അത് എവിടെയാണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം പക്ഷെ അത് വളരെ നന്നായിട്ട് പാടി. കാരണം ഇതിന്റെ ചില ഭാഗങ്ങളിലൂടെ ഒക്കെ പോകുന്നതേ അതത്ര പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. നമ്മളാരും വിചാരിക്കുന്നവർക്ക് അത്ര, നമ്മൾ വിചാരിക്കും ചിലതൊക്കെ നമുക്ക് അങ്ങ് പെട്ടെന്ന് പാടിക്കളയാന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് വായി വരത്തില്ല. നല്ല ടഫാണ്. ഇത് ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് അല്ല കുറച്ച് പാടാണ്.
വളവും എവിടെയോ ഞാനൊരു വരി എന്റെ ശ്രദ്ധിച്ചായിരുന്നു, ഇങ്ങനെ പെറുക്കി പെറുക്കി പറഞ്ഞു. ഞാനിങ്ങനെ ഓർത്തിത് ഇതാണ് കറക്റ്റ് അത് തന്നെ. ഞാനതിങ്ങനെ ആലോചിക്കരുത് എവിടോട്ടായി ഇതിങ്ങനെ പാടി പാടി പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ അതിമനോഹരമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമുക്കതിങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു വളരെ സന്തോഷം തോന്നി. കാരണം സാധാരണ ഒരു പാട്ട് പാടിപ്പോകുന്ന പോലെ അല്ലല്ലോ ഈ സുശീലാമ്മയുടെ പാട്ടല്ലേ ഇത്? ഐ തിങ്ക് ഞാൻ ആണെന്ന് തോന്നട്ടോ, സുശീലാമ്മയാണോ അതോ മറ്റേ നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം, എനിക്കൊരു ഓർമ്മക്കുറവ്. ഓക്കെ, എനിവേ അടുത്ത പാട്ട് ഏതാ മാഷേ? ഇനിയിപ്പോ നമുക്ക് നിലാവിന്റെ നീലഭസ്മ അഗ്നിദേവൻ സിനിമയിലെ MG ശ്രീകുമാർ. അത് മഞ്ജുവിന് തന്നെ അല്ല, മഞ്ജുവിനൊന്നും അല്ല, തന്നെ ചുമ്മാ ആവശ്യം പറയാതെ മഞ്ജുവിന് തന്നെ അത് ആ പാട്ടി പാടി. മഞ്ജുവിന് വേണ്ടി പാട്ടൊന്നും പാടുന്നില്ല. പാടും. ശരി എന്നാ. ഓക്കെ, പറ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം ആരാണ്? മാഷേ, എന്റെ പേര് ലിജു എന്നാണ്, ദുബായിൽ നമ്മുടെ ആൾക്കാർ. കുറെ കാലം മാഷ ഇത് കാണാൻ പറ്റാറില്ല എനിക്ക്. ഇന്നിപ്പോ TV-യിൽ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്, വളരെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷം. മാഷ് ഫിലിം സോങ്സ് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല, അതുവരെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ മാഷ കൃതികൾ കേട്ടിട്ടുണ്ട് ഒരുപാട്, അതുകൊണ്ട് സന്തോഷം അവർ കൃതി പാടി തരാണെങ്കിൽ. അത് തന്നെ, ഡിമാൻഡ് ഇപ്പോഴും കൃതിക്കാണില്ലേ? അതെ 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 അതെ, മാഷ കൃതികളാണ് ID ബാറ്റാ, ഹൈലൈറ്റ്സ് അതാണ്. എന്തായാലും പാടിക്കാട്ടോ. താങ്ക് യു. അഭിറാമിനോടൊക്കെ അന്വേഷണം പറയൂ. അഭിറാമിന് അന്ന് എനിക്ക് കുറെ മെസ്സേജസ് വന്നായിരുന്നു. അന്ന് സാറും എന്നോട് പറഞ്ഞു എന്റെ വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞ് സാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. സോറി, ഞാൻ ആ സമയത്ത് ഞാൻ വാട്സപ്പ് നോക്കിയില്ല. ദെൻ വേറെ എൽസ പറഞ്ഞിരുന്നു മോനോട് അന്വേഷണം പറയാം, മോൻ പൊളിച്ചു 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 എന്നൊക്കെ പറഞ്ഞൊരു കുറെ മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും പറയാം. താങ്ക് യു സോ മച്ച്. സന്തോഷം. മാഷേ, നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ വിള മഞ്ജു. അത് തന്നെ, ഇതൊന്നും ചുമ്മാതെ മഞ്ജുവിന്റെ പേരൊന്നും പറയാതെ പാടി നോക്കാം അല്ലേ? പിന്നെ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. സംഗമുരുകും നിന്റെ മെയ്തകിടിൽ, നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോ, കണ്ണിലെറിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമൻ അഭിലാഷത്താലെണ്ണ പകരുമ്പോ, തെച്ചിപ്പൂഞ്ചൊപ്പിൽ തത്വം ചുണ്ടിൽ മേച്ചുംബിക്കുമ്പോൾ ചല്ലക്കാറ്റേ കുഞ്ചുമ്പോ, എന്തിനീ നാണം തേനിളം നാണം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു
കുണുങ്ങി നിൽപ്പവളേ. മാസച്ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോ കുഞ്ഞു കാറ്റിൻ ലോലമാ കുസൃതി കൈകൾ നിന്റെയോമൽ പാവാട തുമ്പുലയ്ക്കുമ്പോ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ പുറയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. സൂപ്പറായിട്ട് പാടി കേട്ടോ. ഒരു രക്ഷയിലാണ് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു കോൾ ഉണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ. ഓക്കെ, പറയൂ, പേര് പറയൂ. ഹലോ, പേര് പറയൂ. എന്റെ പേര് പ്രദീപ്. പ്രദീപ്, എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? USA എന്നാണ്. USA. US. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് ഒരു കോള് വരുന്നത്. സംസാരിച്ചോളൂ. അവിടെയൊക്കെ സുഖമായിരിക്കുന്നു എല്ലാവരും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. രാജേഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സംസാരിച്ചു. എന്റെ സ്റ്റുഡന്റിന്റെ എന്റെ റിലേറ്റീവ് ആണ്. രാജേഷേ, പറഞ്ഞാട്ടെ, പറയൂ. വളരെ സന്തോഷം. മഞ്ജു ലിങ്ക് അയച്ചു തന്നായിരുന്നു. അപ്പൊ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു പരീക്ഷണം നടത്തി നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അല്ല, ഇതിനു മുമ്പ് ഫേസ്ബുക്കിലൊക്കെ റെക്കോർഡിങ് ആണ് കാണാറുള്ളത്. ഇന്നിപ്പം ലൈവായിട്ട് കിട്ടുന്നോണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ പറ്റുമെങ്കിൽ ഒരു പാട്ട് പാടുവോ? പിന്നെന്താ, തീർച്ചയായിട്ടും പാടാം. ഏതാ പാടണ്ടേ? ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. അത് മഞ്ജുവിന് വേണ്ടിയിട്ട്. ലിറിക്സ് അറിയത്തില്ല. കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. നോക്കട്ടെ, ഇതിലും വഴി പോകുന്ന വഴിക്ക് വരി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒക്കെ പാടാവേ. ഇത് എന്താണെങ്കിലും മതി, നല്ലൊരു പാട്ട് പാടിയാൽ മതി. ഞാനൊന്ന് വിളിച്ചപ്പോ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. ട്രൈ ചെയ്താണ്. വെരി ഗുഡ്. എന്തായാലും നല്ല കാര്യം, സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു വിളിച്ചതിന്, നമ്മുടെ പ്രോഗ്രാം കണ്ടതിന് കേട്ടോ. Wish you all good luck. Thank you. Okay, thank you. Thank you so much. USA നന്നായിട്ട് പാടും. ദേവിന്റെ രണ്ട് പെൺകുട്ടികളും ഞാൻ ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഓൺലൈനിൽ എടുക്കാമല്ലോ അദ്ദേഹത്തിനെ. അതെ, ഓൺലൈൻ വരുമോ? അവരോട് ചോദിച്ചാൽ വരും. കുട്ടികൾ രണ്ടുപേരുണ്ട്, നന്നായിട്ട് പാടും. അവരും ഓൺലൈനാണ് പഠിക്കുന്നത്. അവരും US-ലൊക്കെ ഈ മറ്റേ ക്ലാസിക്കൽ സോങ്സിന്റെ ഒക്കെ കോമ്പറ്റീഷൻസിനൊക്കെ. അതൊക്കെ ഇരിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മഞ്ജു നഴ്സിംഗ് ഫീൽഡ് അല്ലേ, മാഷ് മ്യൂസിക് ഫീൽഡ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒത്തത്? ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? മഞ്ജു പാട്ട് പാടുന്നില്ല, അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടില്ല? അയ്യോ, പാട്ട് പാടാതിരിക്കുന്നതാണ് പ്രശ്നം. എന്നാലും മാഷിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ. സപ്പോർട്ട് കുറച്ച് കൂടുതൽ പോകുന്നുണ്ടോന്നൊരു സംശയമുള്ളൂ. എന്നാലും നഴ്സുമാർക്കാണെങ്കിലും, നഴ്സായിട്ടല്ലേ നഴ്സുമാർക്കാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും മ്യൂസിക് ഇസ് എ തെറപ്പി. അതറിയോ? പേഷ്യൻസിന് കൊടുക്കുന്നൊരു തെറപ്പിയാണ് അല്ലേ? അങ്ങനെയാണ്. മ്യൂസിക് തെറാപ്പിയാണ്, പക്ഷെ നമുക്കിതൊരു തെറാപ്പി അല്ല.
നമ്മളെ ഈ പറഞ്ഞതുപോലെ ഞാൻ പിന്നെ ഒരു എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ അങ്ങനെ? ഇല്ല, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ശരിക്കും ഈ ഞാനിങ്ങനെ ഇപ്പം ഈ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു റീബർത്ത് പോലെ ഇപ്പം വന്നിരുന്ന് പാടുന്നത് എൻ്റെ ഭാര്യ കാരണമാണ്. ഭാര്യ Correct. എനിക്ക് അത്രയും കേട്ടാൽ മതി. എൻകറേജ് ഇനി ചെയ്യുന്നതുകൊണ്ടാണ്. എൻകറേജ് നമ്മളിങ്ങനെ ചീത്തയൊക്കെ പറയും എങ്കിലും ഇവിടെ വന്നിരുന്ന് പാടുന്നതിൻ്റെ പിന്നിൽ ഇപ്പോഴും വന്നിരിക്കുന്നതിൻ്റെ പിന്നിലെ അത്രേ കാര്യം ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുറേ സ്ട്രഗിളിംഗ് ഉണ്ട്. ഞാൻ അത്രയും കേട്ടാൽ മതി. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാ? നമുക്ക് ഇനി നമുക്ക് 1000 പാദസരങ്ങൾ 1000 പാദസരം. പക്ഷേ കൃതി പാടാനുള്ള സമയമില്ല. അപ്പോൾ ആ ഒരു 4 വരി പെട്ടെന്ന് കൃതി പാടും, എന്നിട്ട് നമുക്ക് 1000 അതും കൂടെ പാടാം അല്ലേ? പാദസരങ്ങൾ പെട്ടെന്നൊരു പല്ലവി അനുപല്ലവി പാടി നിർത്താം. പെട്ടെന്നൊരു കൃതി പല്ലവി പാടി. പാടാം പെട്ടെന്ന്. ഓക്കെ, പല്ലവി പാടി. ശ്രീ ആയിക്കോട്ടെ. നമ്മുടെ ഹൃദയ പറഞ്ഞ അന്നപൂർണ്ണ വിശാലാക്ഷി തന്നെ കുറച്ച് പാടാം. അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി നന്നപൂർണേ വിശാലാക്ഷി. അപ്പോൾ നമ്മൾ ഫൈനൽ സോങ്ങിലേക്ക് പോകുകയാണ്. നാളെ കാണാം വീണ്ടും 6-1 മറ്റൊരതിഥിയുമായിട്ട്. ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. പ്രത്യേകിച്ച് US നിന്ന് വിളിച്ചു, നമ്മുടെ ലിജു വിളിച്ചു, ദെൻ നമ്മുടെ ഹൃദയമോള് വിളിച്ചു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. നാളെ കാണാം. ഇതൊരിക്കും ടാറ്റ ബൈ ബൈ. ഫൈനൽ സോങ് ഏതായിരുന്നു പറഞ്ഞ 1000 പാദസരങ്ങൾ. എന്താ ട്രാക്ക് ഇത് വേണോ? ലിറിക്സ് ഇത് ഓഫായി പോയി. ഓക്കെ, പക്ഷെ എൻ്റെ റിപ്പീറ്റൊക്കെ എത്രയുണ്ടെന്ന് അറിയത്തില്ല. സ്ക്രോൾ 1000 പാദസരങ്ങൾ. ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ നിലാവ് ഈ കുളിർ കാറ്റും ഈ പളുങ്ക
കൂടി